യഹോവയുടെ രണ്ടാമത്തെ സന്ദേശം എത്തിക്കഴിഞ്ഞു. യാ അയ്യുഹൽ മുദ്ദസ്സിർ കും ഫ അന്തിർ. ഓ പുതപ്പിനുള്ളിൽ ഇരിക്കുന്നവനെ, എഴുന്നേൽക്കുക, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. ആ കൽപ്പന ലഭിച്ചതോടെ പ്രവാചകൻ പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ഭയം മാറി, മുഖത്ത് പുതിയൊരു തേജസ്സും ദൃഢനിശ്ചയവും നിറഞ്ഞു. പക്ഷേ തന്റെ പ്രപഞ്ചനാഥനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അവന് മുന്നിൽ എങ്ങനെയാണ് വിനീതനായി നിൽക്കേണ്ടത്? പ്രാർത്ഥനയുടെ ആ ആദ്യ പാഠം തേടി അദ്ദേഹം മക്കയിലെ വിജനമായ ഒരു മലയിടുക്കിലൂടെ നടക്കുകയായിരുന്നു. ആ നിശബ്ദതയിൽ ജിബ്രീൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അദ്ദേഹം അതീവ ശാന്തനായിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ അരികിലെത്തി സ്നേഹത്തോടെ മന്ത്രിച്ചു, മുഹമ്മദ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ നാഥന് മുന്നിൽ നിൽക്കുന്നതിന് മുൻപ് ശരീരം ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്നത് നോക്കൂ. ജിബ്രീൽ കണ്ട പാദം കൊണ്ട് ആ വരണ്ട മണ്ണിൽ മെല്ലെ ഒന്ന് തട്ടി. അത്ഭുതം! പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് സ്ഫടികതുല്യമായ തെളിനീറുറവ പൊട്ടിയൊഴുകി. പ്രവാചകൻ വിസ്മയത്തോടെ നോക്കി നിൽക്കെ ജിബ്രീൽ പറഞ്ഞു, ഇപ്രകാരം ഉദൂ ചെയ്യുക. ഓരോ അവയവവും എങ്ങനെ കഴുകണമെന്ന് ആ മാലാഖ പ്രവാചകന് വിവരിച്ചു കൊടുത്തു. ഓരോ ഘട്ടവും കഴിഞ്ഞ് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, ഇത് മനസ്സിലായോ? പ്രവാചകൻ അതീവ താൽപ്പര്യത്തോടെ അത് കണ്ടുപഠിച്ചു. ശുദ്ധി വിശ്വാസത്തിന്റെ പകുതിയാണെന്ന മഹത്തായ സത്യം ആ അരുവിയുടെ സംഗീതത്തിനൊപ്പം അന്ന് മക്കയിൽ അലയടിച്ചു. അങ്ങനെ വധു പൂർത്തിയായപ്പോൾ ജിബ്രീൽ അതീവ ആദരവോടെ പ്രവാചകനെ നോക്കി പറഞ്ഞു, ഇനി നമുക്ക് പ്രപഞ്ചനാഥനു മുന്നിൽ പ്രണമിക്കാം. എന്നെ പിന്തുടരുക. ജിബ്രീൽ അലൈഹിസ്സലാം മുന്നിൽ നിന്നു. പ്രവാചകൻ അതീവ വിനയത്തോടെ ആദരവോടെ ആ മാലാഖയ്ക്ക് പിന്നിൽ അണിനിരന്നു. പ്രപഞ്ചം മുഴുവൻ നിശബ്ദമായ ആ നിമിഷം ആ മലയിടുക്കുകളിൽ ജിബ്രീലിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ആദ്യമായി മുഴങ്ങി. അല്ലാഹു അക്ബർ! അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. ആകാശലോകത്തെ മാലാഖമാരും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും വിസ്മയത്തോടെ നോക്കി നിൽക്കെ അല്ലാഹുവിന്റെ പ്രതിനിധിയായ മാലാഖയും അല്ലാഹുവിന്റെ ദൂതനായ മനുഷ്യനും ഒന്നിച്ച് ആ മണ്ണിൽ സുജൂദ് ചെയ്തു. ചരിത്രത്തിലാദ്യമായി ഭൂമിയിലെ മണ്ണ് ഒരു പ്രവാചകന്റെ നെറ്റിത്തടം തൊട്ടു വണങ്ങി. വിഗ്രഹങ്ങളുടെ മണ്ണിൽ ഏകനായ തമ്പുരാൻ വേണ്ടിയുള്ള ആദ്യത്തെ പ്രാർത്ഥന അങ്ങനെ അവിടെ ആരംഭിച്ചു. മലയിടുക്കിലെ ആ വിസ്മയ പ്രാർത്ഥന കഴിഞ്ഞ് പ്രവാചകൻ നേരെ ചെന്നത് തന്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കായിരുന്നു. ആവേശത്തോടെയും ആദരവോടെയും അദ്ദേഹം ആ മലയിടുക്കിലെ അത്ഭുതങ്ങളെക്കുറിച്ച് അവർക്ക് വിവരിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം മണ്ണിൽ തട്ടിയതും അവിടെ ഉറവ പൊട്ടിയതും താൻ പഠിച്ച ആ വിശുദ്ധമായ ശുദ്ധീകരണ രീതിയും അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. സ്നേഹനിധിയായ ആ ബീവി തന്റെ ഭർത്താവ് പഠിപ്പിച്ചതുപോലെ ആ തെളിനീരിൽ വുദു ചെയ്തു. അല്ലാഹുവിനെ വണങ്ങാൻ അവരും തയ്യാറായി. മക്കയുടെ തെരുവുകളിൽ വിഗ്രഹാരാധനയുടെ ഇരുട്ട് കനത്തുനിന്ന ആ രാത്രിയിൽ ആ കൊച്ചു വീട്ടിലെ ഒരു ചെറിയ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ ദമ്പതികൾ പ്രപഞ്ചനാഥനു മുന്നിൽ ഒന്നിച്ച് ശിരസ് നമിച്ചു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ആകാശലോകത്തെ മാലാഖമാർ ആ വീടിനു ചുറ്റും അണിനിരന്നു. ലോകം മുഴുവൻ അവിശ്വാസത്തിൽ മുഴുകിയിരുന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ആ വലിയ സ്ത്രീ തന്റെ ഭർത്താവിനോടൊപ്പം നിന്ന് പ്രപഞ്ചനാഥനെ പ്രണയിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ നിസ്കാരം ആ മണ്ണിൽ അങ്ങനെ പൂർത്തിയായി. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആ കൊച്ചു വിളക്ക് പതുക്കെ മക്കയിലെ ഓരോ ഹൃദയങ്ങളിലേക്കും പടരാൻ പോവുകയായിരുന്നു.